മുൻപ് ഞാൻ ഗുരു എന്ന സിനിമയുടെ ബേസിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് പക്ഷേ സിനിമയെ പറ്റിയായിരുന്നില്ല, മറിച്ച് സിനിമയിലെ 2 ലീഡ് ആക്ടേഴ്സ് ആ സിനിമ അഭിനയിച്ച അതേ കാലഘട്ടത്തിൽ ഒരു മാസ് മസാല സിനിമ കൂടി അഭിനയിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്നായിരുന്നു അതിലെ കണ്ടന്റ്. എന്നാൽ ഈ പറഞ്ഞ കാര്യം മനസ്സിലാക്കാതെ നിനക്ക് ഗുരു എന്ന ക്ലാസിക് സിനിമയെ പറ്റി എന്തറിയാം എന്നൊക്കെ ചോദിച്ച ഒരുപാട് കമന്റുകളും അതിൽ വന്നിരുന്നു. അപ്പോൾ ഗുരു എന്ന സിനിമയെ പറ്റി ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ ആ സിനിമയുടെ മെയിൻ തീം എന്ന് പറയുന്നത് ആ സിനിമയെ പൊക്കി പറയുന്നവർക്ക് തന്നെ ചിലപ്പോൾ ദഹിക്കാൻ പറ്റാത്തതായിരിക്കും. എന്ന് വെച്ചാൽ ഇതാണ് അന്ധതയ്ക്ക് കാരണമെന്ന് തിരിച്ചറിയാതെ ജനിച്ചു വീഴുന്ന കുട്ടിക്ക് നിർബന്ധിതമായി ഇലാമപ്പഴം കൊടുക്കുന്നതാണല്ലോ അതിന്റെ തീം. എന്നാൽ റിയൽ ലൈഫിൽ ഈ ഇലാമപ്പഴം സ്വന്തം കുടുംബത്തിൽ ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് അത് കൊടുക്കാതിരിക്കാൻ എത്ര പേർ തയ്യാറാവും? സോ മികച്ചൊരു ആർട്ട് ക്രിയേഷൻ എന്നതിനപ്പുറത്ത് ആ സിനിമ നൽകുന്ന സന്ദേശം നിങ്ങൾ ഇങ്ങോട്ടേക്ക് എടുക്കണം എന്ന് പറഞ്ഞാൽ ഏത് കടുത്ത സിനിമ ആരാധകനും ഒന്ന് പിൻവലിയും. എന്ന് വെച്ചാൽ മതം ഇന്നും നമ്മുടെ നാട്ടിൽ പൊള്ളുന്ന ഒരു വിഷയമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏതൊരു കാര്യത്തിലും എന്ന പോലെ മതവിശ്വാസത്തിലുമുണ്ട് നല്ല വശവും ചീത്ത വശവും. പക്ഷെ നാടിന്റെ ഐക്യത്തിന് വേണ്ടി എനിക്ക് എൻ്റെ മതം, നിനക്ക് നിന്റെ മതം, മതമില്ലാത്തവർക്ക് അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത്.